ശാന്തി 14/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ ശ്രീമത്തിലൂടെ നടന്ന് സ്വയം തന്നെ അലങ്കരിക്കൂ. പരചിന്തനത്തിലൂടെ തൻ്റെ അലങ്കാരങ്ങളെ അലങ്കോലമാക്കരുത്. ടൈം വേസ്റ്റ് ചെയ്യരുത്. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ബാബയെക്കാളും സമർത്ഥരായ ഇന്ദ്രജാലക്കാരാണ്. എങ്ങനെ? ഉത്തരം: ഇവിടെ ഇരിക്കവേ നിങ്ങൾ ഈ ലക്ഷ്മി നാരായണനെ പോലെ സ്വയം തന്നെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് സ്വയം തന്നെ ചേഞ്ച് ചെയ്യുകയാണ്. ഇതും ഇന്ദ്രജാലമാണ്. കേവലം അൽഫിനെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ അലങ്കാരം ഉണ്ടാകുന്നു. കൈകാലുകൾ ചലിപ്പിക്കുന്നതിൻ്റെ കാര്യമേയില്ല. കേവലം വിചാരങ്ങളുടെ കാര്യമാണ്. യോഗത്തിലൂടെ നിങ്ങൾ ശുദ്ധവും സ്വച്ഛവും ശോഭനീയവുമായി മാറുന്നു. നിങ്ങളുടെ ആത്മാവും ശരീരവും കാഞ്ചനമാകുന്നു. ഇതും അത്ഭുതമാണല്ലോ. ഓം ശാന്തി. ആത്മീയ ഇന്ദ്രജാലക്കാരൻ ഇരുന്ന് ആത്മീയ കുട്ടികൾക്ക്, അതായത് ആരാണോ ബാബയെക്കാളും സമർത്ഥരായ ഇന്ദ്രജാലക്കാർ, അവർക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ഇവിടെ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ശബ്ദ ചലനവും പാടില്ല. ബാബ അഥവാ പ്രിയതമൻ പ്രിയതമമാർക്ക് യുക്തി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. പ്രിയതമൻ പറയുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സ്വയം തന്നെ ഇങ്ങനെ ലക്ഷ്മി നാരായണനെ പോലെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും മനസ്സിലാക്കുമോ? നിങ്ങളേവരും ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് തന്നെയാണല്ലോ. ബാബ പറയുന്നു, ഇങ്ങനെ അലങ്കരിക്കപ്പെട്ടവർ ആകണം. ഭാവിയിലെ അമരപുരിയിലേക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് തന്നെ ഇതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാരഡൈസിൻ്റെ അലങ്കാരത്തിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെ എന്തു പറയും? ഇവിടെ ഇരിക്കവേ സ്വയം തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ബാബ ഒരു മന്മനാഭവയുടെ താക്കോൽ നൽകിയിട്ടുണ്ട്. ഇത്രമാത്രം. ഈ ഒന്നിൻ്റേതല്ലാതെ യാതൊരു വ്യർത്ഥമായ കാര്യങ്ങളും കേട്ടും കേൾപ്പിച്ചും ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കൂ. നിങ്ങൾ സ്വയം തൻ്റെ അലങ്കാരത്തിൽ മുഴുകിയിരിക്കൂ. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ, ഇതിൽ നിങ്ങൾക്കെന്താണ്? നിങ്ങൾ സ്വന്തം പുരുഷാർത്ഥത്തിൽ ഇരിക്കൂ. എത്ര വിവേകത്തിൻ്റെ കാര്യങ്ങളാണ്! പുതിയ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും അത്ഭുതപ്പെടും. നിങ്ങളിൽ ചിലർ സ്വന്തം അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലരാണെങ്കിൽ കൂടുതൽ അലങ്കോലമായിക്കൊണ്ടിരിക്കുന്നു. പരചിന്തനത്തിലും മറ്റും ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ കുട്ടികളെ മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങൾ കേവലം സ്വയം തന്നെ നോക്കൂ, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു യുക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരേ ഒരു വാക്ക് മാത്രം, മന്മനാഭവ. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. എന്നാൽ മുഴുവൻ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു എന്നത് ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ വിശ്വത്തിൻ്റെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര പരമാപദം ഭാഗ്യശാലിയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ എത്ര കാര്യം ചെയ്യുന്നു. കൈകാലുകളൊന്നും ചലിപ്പിക്കുന്നതിൻ്റെ കാര്യമേയില്ല. കേവലം വിചാരങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ പറയും, നമ്മൾ ഇവിടെ ഇരിക്കവേ ഉയർന്നതിലും ഉയർന്ന വിശ്വത്തിൻ്റെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. മന്മനാഭവയുടെ മന്ത്രം എത്ര ഉയർന്നതാണ്. ഈ യോഗത്തിലൂടെ തന്നെ നിങ്ങളുടെ പാപം ഭസ്മമായിക്കൊണ്ടിരിക്കും. നിങ്ങൾ സ്വച്ഛമായി പിന്നെ എത്ര ശോഭനീയമായി മാറും. ഇപ്പോൾ ആത്മാവ് പതീതമാണ്. അപ്പോൾ ശരീരത്തിൻ്റെയും അവസ്ഥ നോക്കൂ, എന്തായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവും ശരീരവും കാഞ്ചനമായി മാറും. ഇത് അത്ഭുതമാണല്ലോ. അപ്പോൾ തൻ്റെ ഇങ്ങനെയുള്ള അലങ്കാരം ചെയ്യണം. ദൈവിക ഗുണവും ധാരണ ചെയ്യണം. ബാബ എല്ലാവർക്കും ഒരേ ഒരു വഴി പറഞ്ഞു തരുന്നു, അൽഫും ബേയും.
കേവലം അൽഫിൻ്റെ കാര്യമാണ്. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ നിങ്ങളുടെ മുഴുവൻ അലങ്കാരവും മാറും. നിങ്ങൾ ബാബയെക്കാളും വലിയ ഇന്ദ്രജാലക്കാരാണ്. നിങ്ങൾക്ക് യുക്തി പറഞ്ഞു തരുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അലങ്കാരം ഉണ്ടാകും. സ്വന്തം അലങ്കാരം ചെയ്യാതിരുന്നാൽ നിങ്ങൾ വെറുതെ സ്വയം തനിക്ക് നഷ്ടം വരുത്തുകയാണ്. നമ്മൾ ഭക്തിമാർഗത്തിൽ എന്തെല്ലാം ചെയ്തിരുന്നു എന്നത് മനസ്സിലാക്കുന്നുണ്ട്. മുഴുവൻ അലങ്കാരം തന്നെ അലങ്കോലമാക്കി എന്തായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരേ ഒരു വാക്കിലൂടെ, ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങളുടെ അലങ്കാരം ഉണ്ടാകുന്നു. കുട്ടികളെ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ച് ഫ്രഷ് ആക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നു. അഥവാ ആരുടെയെങ്കിലും ചിന്ത മറ്റു ഭാഗങ്ങളിൽ ആയിരിക്കുമെങ്കിൽ അലങ്കാരം ഉണ്ടാവുകയില്ല. നിങ്ങൾ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ബാബ വരുന്നത് തന്നെ ഇങ്ങനെ അലങ്കാരം ഉണ്ടാക്കുവാനാണ്. ശിവബാബ, അങ്ങയുടെ അത്ഭുതം തന്നെ. അങ്ങ് നമ്മളെ എത്ര അലങ്കരിക്കുന്നു. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നമുക്ക് നമ്മളെ അലങ്കരിക്കേണ്ടതുണ്ട്. ചിലരാണെങ്കിൽ സ്വയം അലങ്കരിച്ച ശേഷം മറ്റുള്ളവരെയും അലങ്കരിക്കുന്നു. ചിലരാണെങ്കിൽ സ്വയം തന്നെയും അലങ്കരിക്കുന്നില്ല, മറ്റുള്ളവരുടെ അലങ്കാരത്തെ അലങ്കോലമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ കാര്യങ്ങൾ കേൾപ്പിച്ച് സ്വന്തം അവസ്ഥയെയും താഴെ വീഴ്ത്തുന്നു. സ്വയവും അലങ്കാരത്തിൽ നിന്നും ഒഴിവായി പോകുന്നു, മറ്റുള്ളവരെയും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കൂ. ബാബ എങ്ങനെയെല്ലാമുള്ള യുക്തിയാണ് പറഞ്ഞു തരുന്നത്. ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ഈ യുക്തികൾ വരുന്നില്ല. ശാസ്ത്രങ്ങൾ ഭക്തി മാർഗത്തിൻ്റെതാണ്. നിങ്ങൾ ശാസ്ത്രങ്ങളെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറയുന്നു. അപ്പോൾ പറയൂ, നമ്മൾ എല്ലാം അംഗീകരിക്കുന്നുണ്ട്. പകുതി കൽപ്പം ഭക്തി ചെയ്തു, ശാസ്ത്രം പഠിക്കുന്നു. അപ്പോൾ ആരാണ് അംഗീകരിക്കാത്തത്? രാത്രിയും പകലുമുണ്ട്. അപ്പോൾ തീർച്ചയായും രണ്ടും അംഗീകരിക്കുമല്ലോ. ഇതാണ് പരിധിയില്ലാത്ത പകലും രാത്രിയും. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ സ്വയം തന്നെ അലങ്കരിക്കൂ. ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കൂ. ടൈം വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങളുടെ ബുദ്ധി വളരെ വിശാലമായിരിക്കേണ്ടത് ആവശ്യമാണ്. പരസ്പരം വളരെ സ്നേഹമുണ്ടായിരിക്കണം. ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ ടൈം വളരെ വാല്യുബിളാണ്. നിങ്ങൾ കവടിയിൽ നിന്നും വജ്രതുല്യമാകുന്നു. വെറുതെ അല്ല ഇത്രയും കേട്ടുകൊണ്ടിരിക്കുന്നത്. കഥയോ മറ്റോ ആണോ? ബാബ വാക്ക് തന്നെ ഒന്നാണ് കേൾപ്പിക്കുന്നത്. വലിയ വലിയ വ്യക്തികൾ അധികം സംസാരിക്കാൻ പാടില്ലാത്തതാണ്. ബാബയാണെങ്കിൽ സെക്കൻഡിൽ ജീവൻ മുക്തിയുടെ വഴി പറഞ്ഞു തരുന്നു. ഇവർ തന്നെയാണ് ഉയർന്ന അലങ്കാരങ്ങളുള്ളവർ. അതിനാലാണ് അവരുടെ തന്നെ ചിത്രങ്ങൾ ഉള്ളത്. അവരെ വളരെയധികം പൂജിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര വലിയ വ്യക്തിയായിരിക്കുമോ അത്രയും വലിയ ക്ഷേത്രം നിർമ്മിക്കും, വളരെയധികം അലങ്കരിക്കും. മുൻപാണെങ്കിൽ ദേവതമാരുടെ ചിത്രത്തിൽ വജ്രങ്ങളുടെ മാല അണിയിക്കുമായിരുന്നു. ബാബയ്ക്ക് അനുഭവമുണ്ടല്ലോ. ബാബ സ്വയം വജ്രത്തിൻ്റെ മാല ഉണ്ടാക്കിയിരുന്നു ലക്ഷ്മി നാരായണന് വേണ്ടി. വാസ്തവത്തിൽ അവരുടേതുപോലെയുള്ള വസ്ത്രം ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, തൻ്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്, മറ്റുള്ളവരുടേതും ചെയ്യരുത്. ബാബ വളരെ സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകട്ടെ. ഓർമ്മയില്ലാതെ ഇത്രയും അലങ്കാരമുണ്ടാവുക സാധ്യമല്ല. നിങ്ങൾ ഇത് ആകുന്നവരാണല്ലോ. ദൈവിക സ്വഭാവം ധാരണ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ പറയേണ്ട പോലും ആവശ്യമില്ല. എന്നാൽ കല്ലുബുദ്ധി ആയത് കാരണം എല്ലാം മനസ്സിലാക്കിക്കേണ്ടി വരുന്നു. ഒരു സെക്കൻഡിൻ്റെ കാര്യമാണ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ തൻ്റെ പിതാവിനെ മറന്നതിലൂടെ എത്ര അലങ്കാരങ്ങൾ അലങ്കോലമാക്കി.
ബാബ പറയുന്നു, നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും അലങ്കരിച്ചു കൊണ്ടിരിക്കൂ. എന്നാൽ മായയും കുറവല്ല. ചിലർ എഴുതുന്നു, ബാബ, അങ്ങയുടെ മായ വളരെയധികം ശല്യം ചെയ്യുന്നു. എൻ്റെ മായ എങ്ങനെയാകും? ഇത് കളിയാണല്ലോ. ഞാനാണെങ്കിൽ നിങ്ങളെ മായയിൽ നിന്നും മോചിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. എൻ്റെ മായ പിന്നെ എങ്ങനെയാകും? ഈ സമയത്ത് മുഴുവനും ഇതിൻ്റെ രാജ്യമാണ്. ഏതുപോലെ ഈ രാത്രിയും പകലും തമ്മിൽ വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. ഇത് പിന്നെ പരിധിയില്ലാത്ത രാത്രിയും പകലുമാണ്. ഇതിൽ ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഇങ്ങനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ചക്രവർത്തി രാജാവാകണം എങ്കിൽ ചക്രം തിരിച്ചുകൊണ്ടിരിക്കൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ. ഇതിൽ മുഴുവനും ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നേടണം. ആത്മാവിൽ തന്നെയാണ് മനസ്സും ബുദ്ധിയും ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് പുറത്തുള്ള ജോലി കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ സ്വയം തന്നെ അലങ്കരിക്കാനും റിഫ്രഷ് ആകുവാനുമാണ്. ബാബ പഠിപ്പിക്കുന്നത് എല്ലാവരെയും ഒരുപോലെയാണ്. ഇവിടെ ബാബയുടെ അടുക്കൽ വരുന്നു പുതിയ പുതിയ പോയിന്റ്സ് നേരിട്ട് കേൾക്കുവാൻ. പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കേട്ടുവോ അത് പുറത്തു പോകുന്നു. ഇവിടെ നിന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ സഞ്ചിയിലുള്ളത് പുറത്ത് കളയുന്നു. എന്ത് കേട്ടുവോ അതിന്മേൽ മനനചിന്തനം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഏകാന്തതയുടെ സ്ഥാനം വളരെയധികമുണ്ട്. പുറത്താണെങ്കിൽ മൂട്ടകൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പരസ്പരം കൊല്ലുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നു. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളുടെ ഈ ടൈം മോസ്റ്റ് വാല്യുബിൾ ആണ്. ഇതിനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കൂ. സ്വയം തന്നെ അലങ്കരിക്കുന്നതിനുള്ള വളരെയധികം യുക്തികൾ ലഭിച്ചു. ഞാൻ എല്ലാവരെയും ഉദ്ധരിക്കുവാൻ വരുന്നു. ഞാൻ നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകാൻ വന്നിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. ടൈം വേസ്റ്റ് ചെയ്യരുത്. കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. ഇത്ര അനേകം ആത്മാക്കളെല്ലാം ഒരു പരംപിത പരമാത്മാവായ പ്രിയതമൻ്റെ പ്രിയതമമാരാണ്. ആ ഭൗതികമായ കഥകളും മറ്റുമെല്ലാം നിങ്ങൾ വളരെയധികം കേൾക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, അതെല്ലാം മറന്നേക്കൂ. ഭക്തിമാർഗത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിച്ചു. നമ്മൾ അങ്ങയുടേത് തന്നെയാകും എന്ന വാഗ്ദാനവും ചെയ്തു. അനേകം പ്രിയതമമാരുടെ ഒരു പ്രിയതമനാണ്. ഭക്തിമാർഗത്തിൽ ബ്രഹ്മത്തിൽ ലയിക്കും എന്ന് പറയുന്നു. ഇതെല്ലാം വ്യർത്ഥ കാര്യങ്ങളാണ്. ഒരു മനുഷ്യന് പോലും മോക്ഷം നേടാൻ സാധിക്കില്ല. ഇത് അനാദിയായ ഡ്രാമയാണ്. ഇത്രയും ആക്ടേഴ്സ് ഉണ്ട്. ഇതിൽ അല്പം പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. ബാബ പറയുന്നു, കേവലം ഒരു അൽഫിനെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ ഈ അലങ്കാരമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. സ്മൃതിയിൽ വരുന്നുണ്ട്, അനേകം തവണ നമ്മൾ ഈ അലങ്കാരങ്ങൾ ചെയ്തു. കൽപ്പകൽപ്പങ്ങളിൽ ബാബ അങ്ങ് വരും. നമ്മൾ അങ്ങിൽ നിന്ന് തന്നെ കേൾക്കും. എത്ര ഗുഹ്യമായ പോയിന്റ്സാണ്. ബാബ വളരെ നല്ല യുക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബാബയിൽ അർപ്പണമാകണം. എല്ലാ പ്രിയതമനും ഒന്നുപോലെ ആയിരിക്കില്ല. ഇതാണെങ്കിൽ എല്ലാ ആത്മാക്കളുടെയും ഒരേ ഒരു പ്രിയതമനാണ്. ശാരീരികമായ ഏതെങ്കിലും കാര്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സംഗമയുഗത്തിൽ തന്നെയാണ് ബാബയിൽ നിന്നും ഈ യുക്തി ലഭിക്കുന്നത്. എവിടെയും നിങ്ങൾ പോയിക്കൊള്ളൂ. കഴിച്ചുകൊള്ളൂ, കുടിച്ചുകൊള്ളൂ, ചുറ്റി കറങ്ങിക്കൊള്ളൂ, ജോലികൾ ചെയ്തുകൊള്ളൂ. തൻ്റെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കൂ. ആത്മാക്കൾ ഏവരും ഒരു പ്രിയതമൻ്റെ പ്രിയതമമാരാണ്. ആ ഒന്നിനെ തന്നെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. ഇത്രമാത്രം. ചില കുട്ടികൾ പറയുന്നു, നമ്മളാണെങ്കിൽ 24 മണിക്കൂറും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ സദാ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. പരമാവധി 2-2.5 മണിക്കൂറോ വരെയായിരിക്കും. അഥവാ ആരെങ്കിലും കൂടുതൽ എഴുതുകയാണെങ്കിൽ ബാബ അംഗീകരിക്കുകയില്ല. മറ്റുള്ളവർക്ക് സ്മൃതി വരുത്തുന്നില്ലെങ്കിൽ
നിങ്ങൾ ഓർമ്മിക്കുന്നു എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഏതെങ്കിലും ഡിഫിക്കൽട്ടായ കാര്യമാണോ? ഇതിൽ എന്തെങ്കിലും ചിലവുണ്ടോ? ഒന്നുമില്ല. ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ, ഇത്രമാത്രം. അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകട്ടെ. ദൈവിക ഗുണവും ധാരണ ചെയ്യേണ്ടതുണ്ട്. പതീതമായ ആർക്കെങ്കിലും ശാന്തിധാമത്തിലേക്കോ സുഖധാമത്തിലേക്കോ പോകാൻ സാധിക്കില്ല. ബാബ കുട്ടികളോട് പറയുന്നു, സ്വയം ആത്മാവായും സഹോദരന്മാരായും മനസ്സിലാക്കൂ. 84 ജന്മങ്ങളുടെ പാർട്ട് ഇപ്പോൾ പൂർത്തിയാകുന്നു. ഈ പഴയ വസ്ത്രം ഉപേക്ഷിക്കേണ്ട ഒന്നാണ്. നോക്കൂ, ഡ്രാമ എങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് അറിയുന്നു. ലോകത്തിൽ ആരും യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ഓരോരുത്തരും സ്വയം തന്നോട് ചോദിക്കും, നമ്മൾ ബാബയുടെ മതത്തിലൂടെ നടക്കുന്നുണ്ടോ? നടക്കുകയാണെങ്കിൽ നല്ല അലങ്കാരവും ഉണ്ടാകും. പരസ്പരം തലകീഴായ കാര്യങ്ങൾ കേൾപ്പിക്കുകയോ കേൾക്കുകയോ ചെയ്ത് സ്വന്തം അലങ്കാരവും അലങ്കോലമാക്കുന്നു, മറ്റുള്ളവരുടേതും അലങ്കോലമാക്കുന്നു. കുട്ടികൾ ഈ ഒരു ഈണത്തിൽ ചിന്തയിൽ മുഴുകിയിരിക്കണം. നമ്മൾ എങ്ങനെ ഇതുപോലെ അലങ്കാരധാരിയാകും? ബാക്കി എന്തെല്ലാമുണ്ടോ അത് തൃപ്തികരമാണ്. കേവലം വയറിന് വേണ്ടിയുള്ള റോട്ടി സൗകര്യമായി ലഭിക്കണം. വാസ്തവത്തിൽ വയർ അധികം ഭക്ഷിക്കുന്നില്ല. നിങ്ങൾ സന്യാസിയാണെങ്കിലും രാജയോഗിയാണ്. വളരെ ഉയർന്നതും പാടില്ല, താഴ്ന്നതും പാടില്ല. കഴിച്ചുകൊള്ളൂ, പക്ഷേ കൂടുതൽ ശീലമുണ്ടാക്കരുത്, അഥവാ ശീലം ഉണ്ടായി പോകരുത്. അന്യോന്യം ഈ ഒരു ഓർമ്മ വരുത്തൂ. ശിവബാബയെ ഓർമ്മയുണ്ടോ? സമ്പത്ത് ഓർമ്മയുണ്ടോ? വിശ്വത്തിൻ്റെ ചക്രവർത്തി പദത്തിൻ്റെ അലങ്കാരം ഓർമ്മയുണ്ടോ? ചിന്തിക്കൂ. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സമ്പാദ്യമാണുള്ളത്? ഈ സമ്പാദ്യത്തിലൂടെ അപാര സുഖം ലഭിക്കേണ്ടതുണ്ട്. കേവലം ഓർമ്മയുടെ യാത്രയിലൂടെ. മറ്റൊരു പ്രയാസവുമില്ല. ഭക്തിമാർഗത്തിൽ മനുഷ്യർ എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. ഇപ്പോൾ ബാബ അലങ്കരിക്കുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ തന്നെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കൂ. മറന്നു പോകരുത്. മായ മറപ്പിക്കുന്നു. പിന്നെ ടൈം വളരെ വേസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ വളരെ വാല്യുബിളായ ടൈമാണിത്. പഠനത്തിൻ്റെ പ്രയത്നത്തിലൂടെ മനുഷ്യൻ എന്തിൽ നിന്നും എന്തായി മാറുന്നു. ബാബ നിങ്ങൾക്ക് മറ്റൊരു പ്രയാസവും നൽകുന്നില്ല. കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഏതെങ്കിലും പുസ്തകമോ മറ്റോ എടുക്കേണ്ട ആവശ്യമില്ല. ബാബ ഏതെങ്കിലും പുസ്തകം എടുക്കുന്നുണ്ടോ? ബാബ പറയുന്നു, ഞാൻ വന്ന് ഈ പ്രജാപിത ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നു. പ്രജാപിതാവാണല്ലോ. അപ്പോൾ ഇത്രയും ഗർഭവംശാവലികളായ പ്രജകൾ എങ്ങനെയുണ്ടാകും? കുട്ടികൾ അഡോപ്റ്റ് ആകുന്നു. സമ്പത്ത് ബാബയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ബാബ ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നു. അതിനാൽ ആ ഒന്നിനെ മാതാവും പിതാവും എന്ന് പറയുന്നു. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. ബാബയുടെ വരവ് വളരെ ആക്യുറേറ്റ് ആണ്. കൃത്യസമയത്ത് വരുന്നു, കൃത്യസമയത്തിന് പോകും. ലോകത്തിൻ്റെ മാറ്റം ഉണ്ടാവുക തന്നെ വേണം. ഇപ്പോൾ ബാബ കുട്ടികളായി നിങ്ങൾക്ക് എത്ര ബുദ്ധി നൽകുന്നു? ബാബയുടെ മതത്തിലൂടെ നടക്കണം. സ്റ്റുഡൻറ് എന്താണോ പഠിക്കുന്നത് അത് തന്നെ ബുദ്ധിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങളും ഈ സംസ്കാരം എടുത്തുകൊണ്ട് പോകുന്നു. ഏതുപോലെ ബാബയിൽ സംസ്കാരമുണ്ടോ അതേപോലെ നിങ്ങളുടെ ആത്മാവിലും ഈ സംസ്കാരം നിറയുന്നു. പിന്നെ എപ്പോൾ ഇവിടെ വരുമോ അപ്പോൾ അതേ പാർട്ട് റിപ്പീറ്റ് ആകും. പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് വരും. തന്നെ മനസ്സിനോട് ചോദിക്കൂ, എത്രത്തോളം സ്വയം തന്നെ അലങ്കരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തു? ടൈം എവിടെയെങ്കിലും വേസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ബാബ ജാഗ്രത വരുത്തുന്നു. ബാഹ്യമായ കാര്യങ്ങളിൽ എവിടെയും ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കൂ. ബാബയുടെ ശ്രീമത്ത് ഓർമ്മിക്കൂ. മനുഷ്യമതത്തിലൂടെ നടക്കാതിരിക്കൂ. നമ്മൾ പഴയ ലോകത്തിലാണ് എന്നത് നിങ്ങൾക്കറിയില്ലായിരുന്നു. ബാബ പറഞ്ഞു തന്നു, നിങ്ങൾ എന്തായിരുന്നു. ഈ പഴയ ലോകത്തിൽ എത്ര അപാര ദുഃഖമാണ്. ഇതും ഡ്രാമ അനുസരിച്ച് പാർട്ട് ലഭിച്ചിരിക്കുകയാണ്.
ഡ്രാമ അനുസരിച്ച് അനേകം വിഘ്നങ്ങളും ഉണ്ടാകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ഇത് ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും കളിയാണ്. വണ്ടർഫുൾ ഡ്രാമയാണ്. ഇത്രയും ചെറിയ ആത്മാവിൽ മുഴുവൻ അവിനാശി പാർട്ടും നിറഞ്ഞിരിക്കുകയാണ്. അത് അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഈ ഒരു ഈണത്തിൽ ഇരിക്കണം. നമ്മൾ ലക്ഷ്മി നാരായണനെ പോലെ എങ്ങനെ അലങ്കാരധാരിയാകും? സ്വയം തന്നോട് ചോദിക്കണം. നമ്മൾ ശ്രീമത്തിലൂടെ നടന്ന് മന്മനാഭവയുടെ താക്കോലിലൂടെ തൻ്റെ അലങ്കാരം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണോ? തലകീഴായ കാര്യങ്ങൾ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്ത് അലങ്കാരത്തെ അലങ്കോലം ആക്കുന്നില്ലല്ലോ. പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നുണ്ടോ? തൻ്റെ വാല്യുബിൾ ടൈം എവിടെയും വേസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ദൈവിക സ്വഭാവം ധാരണ ചെയ്തുവോ? വരദാനം: വ്യർത്ഥ സങ്കല്പങ്ങളുടെ കാരണത്തെ അറിഞ്ഞ് അവയെ സമാപ്തമാക്കുന്ന പരിഹാര സ്വരൂപമായി ഭവിക്കട്ടെ. വ്യർത്ഥ സങ്കല്പം ഉൽപ്പന്നമാകുന്നതിന് മുഖ്യ 2 കാരണമാണുള്ളത്. 1 അഭിമാനം, 2 അപമാനം. എന്തുകൊണ്ടാണ് എനിക്ക് കുറവ്? എനിക്കും ഈ പദവി ഉണ്ടായിരിക്കേണ്ടതാണ്, എന്നെയും മുന്നിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഒന്നുകിൽ തൻ്റെ അപമാനമായി മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അഭിമാനത്തിൽ വരുന്നു. നാമത്തിലും മാന്യതയിലും പ്രൗഢിയിലും മുന്നിൽ വരുന്നതിലും സേവനത്തിലും അഭിമാനമോ അപമാനമോ അനുഭവിക്കുന്നത് തന്നെയാണ് വ്യർത്ഥ സങ്കല്പങ്ങളുടെ കാരണം. ഈ കാരണത്തെ അറിഞ്ഞ് നിവാരണം ചെയ്യുന്നത് തന്നെയാണ് പരിഹാര സ്വരൂപം ആവുക എന്നത്. സ്ലോഗൻ: സൈലൻസിൻ്റെ ശക്തിയിലൂടെ സ്വീറ്റ് ഹോമിലേക്ക് യാത്ര ചെയ്യുന്നത് വളരെ സഹജമാണ്. ഓം ശാന്തി. ശാന്ത സ്വരൂപ ആത്മാവാണ് ഞാൻ. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഈ സാകാര ലോകത്തിൽ അശാന്തിയുടെ അഗ്നിയിൽ എരിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ശാന്തിയുടെ മഹാദാനി ആകേണ്ടതുണ്ട്. ഈ സങ്കല്പം എന്നെ സ്വാഭാവികമായി ശാന്തിയുടെ സാഗരനായ ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യിക്കുന്നു. ദിവ്യ ജ്യോതിസായ ശിവബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു. ശാന്തിയുടെ ശക്തി എന്നിൽ പൂർണ്ണമായും നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ വിശ്വത്തിൻ്റെ
നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ അശാന്തതയുടെ അഗ്നിയിലെരിയുന്ന ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അഗ്നിയെ അണയ്ക്കട്ടെ. അവരുടെ ചിത്തം ശാന്തമാകട്ടെ. അവർ ശാന്തസ്വരൂപ ആത്മാക്കളായി മാറട്ടെ. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.